ഇപ്പോൾ കുട്ടിയല്ലേ, അതൊക്കെ വലുതാകുമ്പോൾ മറന്നോളും. നമ്മളിൽ പലരും കേട്ടിട്ടുള്ള ഒരു ഉപദേശമാണല്ലേ. പക്ഷെ സത്യത്തിൽ കുട്ടിക്കാലത്ത് ഒരാൾ അനുഭവിച്ച വേദനകളുടെ ആഴം അറിയാതെയാണ് പലരും ഇങ്ങനെ ഉപദേശിക്കുന്നത്. കുട്ടിക്കാലത്തുണ്ടാക്കുന്ന നമ്മളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് പിന്നീടുള്ള അഡൾട്ട്ഹുഡ് റിലേഷൻഷിപ്പിനെയും നമ്മുടെ കോൺഫിഡൻസിനെയും ഇമോഷൻസിനെയും നമ്മളെടുക്കുന്ന ഡിസിഷൻസിനെയും എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യും. ചെറുപ്പത്തിൽ സ്നേഹം കിട്ടാതിരിക്കുക, എപ്പോഴും കമ്പയർ ചെയ്യപ്പെടുക, വീട്ടിലെ സ്ഥിരം വഴക്കുകൾ കണ്ടു വളരുക, അല്ലെങ്കിൽ ഫീലിങ്സ് തുറന്നു പറയാൻ പോലും പേടിച്ച് വളരുക, ഫിസിക്കലി ഓർ മെൻ്റലി അബ്യൂസ് നേരിടുക, ഇതൊക്കെ കുട്ടിക്കാലത്ത് നടന്നതാണെങ്കിലും അവർ വലുതാകുമ്പോൾ അതിൻ്റെ പെയിൻ അല്ലെങ്കിൽ ട്രോമ അവരോടൊപ്പം വളർന്നുകൊണ്ടേയിരിക്കും. അവർക്ക് ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയാതാകുക, എപ്പോഴും ഒറ്റയ്ക്കാണെന്ന് തോന്നുക, അമിതമായി ചിന്തിക്കുക, ചെറിയ കാര്യങ്ങളിൽ പോലും ഇമോഷണലായി തകരുക, ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുക എന്നിങ്ങനെയൊക്കെയായി മാറും. അതുകൊണ്ട് നിങ്ങൾക്കും അങ്ങനെ തോന്നാറുണ്ടെങ്കിൽ എനിക്ക് എന്താണ് അങ്ങനെ ഫീൽ ചെയ്യാൻ കാരണമെന്ന് റൂട്ട് കോസ് മനസ്സിലാക്കണം. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ് മറികടക്കാനുള്ള ശാസ്ത്രീയമായ വഴികൾ കണ്ടെത്തുകയും വേണം. എന്ന് നിങ്ങൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്ന് പുറത്തു കടക്കുന്നുവോ അന്ന് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇന്ന് എങ്ങനെ ചിന്തിക്കുന്നു, ആളുകളെ എങ്ങനെ വിശ്വസിക്കുന്നു, എങ്ങനെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചിലപ്പോൾ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്നു എന്നിങ്ങനെയുള്ള പല ഉത്തരങ്ങളും പലപ്പോഴും നമ്മളുടെ കുട്ടിക്കാലത്തിലായിരിക്കും ഒളിഞ്ഞിരിക്കുന്നത്. കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ നമ്മൾ വളരും തോറും നമ്മളോടൊപ്പം വളരാറുണ്ട്. അത് നമ്മുടെ ചിന്തകളെയും ബന്ധങ്ങളെയും നമ്മൾ കാണുന്ന രീതിയെയും വരെ സ്വാധീനിക്കും. കുട്ടിക്കാലത്തെ ഏതനുഭവമാണ് നിങ്ങളെ തളർത്തിയതെന്ന് മനസ്സിലാക്കുക. ശാസ്ത്രീയമായി അത് മറികടക്കാനുള്ള മനഃശാസ്ത്ര വിദഗ്ധരുടെ സഹായം തേടുക.